ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എവിടെയാണ് നിൽക്കുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾ നേരത്തെ വീഡിയോയിൽ ചെറിയ ഷോർട്സ് കണ്ടതുപോലെ ഞാൻ ഇന്ന് നിൽക്കുന്നത് ഗാമയിലാണ്. ഗാമയിൽ എന്തായിരിക്കും എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഇവിടെ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട്, അതായത് സോപ്പി ഫുട്ബോൾ എന്ന് പറയും. അപ്പോൾ നമ്മുടെ കുറച്ച് കൂട്ടുകാരുടെ അനിയന്മാരൊക്കെ ആയിട്ട് ജസ്റ്റ് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് പോകാം. അതിനു മുമ്പ് ഗാമയുടെ ലൊക്കേഷൻ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ചെലവന്നൂർ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലൊക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. ചെലവന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു ഗാമ വരുന്നത്. ഗാമയും അതേപോലെ തന്നെ സ്ലിപ്പ് ആൻഡ് സ്ലൈഡ് എന്ന് പറയുന്ന ഒരു ടീമും കൂടി കൊളാബ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഒരു സോപ്പി ഫുട്ബോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഗാമ ഒന്ന് കാണിച്ചു തരാം. അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ റൈറ്റ് സൈഡിലും അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലുമായിട്ട് ഈ രണ്ട് ടർഫും എന്ന് പറയുന്നത് ഫുട്ബോളിന് വേണ്ടിയിട്ടുള്ള ടർഫുകളാണ്. ഒരെണ്ണം 6 പേർക്ക് കളിക്കാൻ പറ്റുന്നതും ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് 5സുമാണ്, അതായത് 5 പേർക്കും കളിക്കാൻ പറ്റുന്നത്. പിന്നെ നേരെ ബാക്കിലായിട്ട് ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ക്രിക്കറ്റും അതേപോലെ തന്നെ മഡ് ഫുട്ബോളൊക്കെ കളിക്കാം. പക്ഷേ മോസ്റ്റ് പ്രോബബിളി എല്ലാവരും ക്രിക്കറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഗാമയിൽ തന്നെ ഫുട്ബോൾ കോച്ചിങ് അവൈലബിൾ ആട്ടോ. ഇപ്പോൾ നടക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. കിഡ്സിൻ്റെ ഫുട്ബോൾ കോച്ചിങ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചെറിയ ചെറിയ ട്രെയിനിങ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഇന്ത്യൻ ബ്ലൈൻഡിൻ്റെ ട്രെയിനിങ്സ് ഒക്കെ നടക്കുന്നത് നമ്മുടെ ഈ ഗാമയിലാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ മഡ് ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ട് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മോസ്റ്റ് പ്രോബബിളി ഇപ്പോൾ എല്ലാവരും ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ എന്താ പറയുക, ഒരു ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ടല്ല, പിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ പിച്ചും കാര്യങ്ങളൊക്കെ, ക്രിക്കറ്റിന് വേണ്ടിയിട്ടുള്ള പിച്ചും കാര്യങ്ങളൊക്കെ എൻ്റെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗായ്സ്, നമ്മളപ്പോൾ സോപ്പി ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നമുക്ക് ആ ഗ്രൗണ്ട് ഒന്ന് പോയി കാണാം. വാ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ സോപ്പി ഫുട്ബോളിൻ്റെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളി നെക്ക് കവേർഡാണിത്. അതുകൊണ്ട് തന്നെ ബോൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോകുമോ എന്നുള്ള പേടിയോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വേണ്ട. 100% സേഫാണ്. ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഈ പറഞ്ഞ സോപ്പി ഫുട്ബോൾ എന്ന് പറയുന്നത്. നമ്മുടെ ഈ സോപ്പി ഫുട്ബോളിൻ്റെ അല്ലെങ്കിൽ സ്ലിപ്പ് ആൻഡ് സ്ലൈഡിൻ്റെ മെയിൻ ആളെന്ന് പറയുന്നത് മനീഷേട്ടനാണ്. അപ്പോൾ മനീഷേട്ടൻ്റെ അടുത്ത് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചോദിച്ചറിയാം. ഇതിനെ പറ്റിയിട്ട് ഈ ഒരു ബോക്സ് അല്ലെങ്കിൽ ഈ കാണുന്ന ഈ സോപ്പി ഫുട്ബോളിൻ്റെ ഈ ഒരു ബോക്സിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ്. ഇൻഫർമേഷൻ സേഫ്റ്റിക്ക് കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡൗണിൽ ഞങ്ങൾ ഫോം ഷീറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, ഷോക്ക് പാഡ് യൂസ് ചെയ്തിട്ട് അങ്ങനെ സ്പോഞ്ച് അങ്ങനെ 3 ലെയറായിട്ടാണ് അടിയിൽ ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മാക്സിമം നിങ്ങൾ എത്ര ഇതിൽ വീണിട്ടുണ്ടെങ്കിലും അവർ എഫക്റ്റ് എന്തായാലും ബോഡിയിലുണ്ടെങ്കിലും പെയിനും കാര്യങ്ങളും അങ്ങനെ അത് വരാറില്ല, ഇഞ്ചുറീസും കാര്യങ്ങളും വരില്ല ആൾക്കായിരിക്കും. ഓക്കെ, സേഫ്റ്റി 100%. ഇത് ഫുള്ള് ഇമ്പോർട്ടഡ് അല്ലേ? ഫുള്ള് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഈ സാധനം ഞങ്ങൾ ഇവിടെ നിന്നല്ല, ഇന്ത്യൻ പർച്ചേസ് അല്ലേ ഇത്, യൂറോപ്യൻ എന്നുള്ള പർച്ചേസിംഗ് ആണ് ഇത്. എന്ന് വെച്ചാൽ ഇവിടത്തേനെക്കാട്ടും കുറച്ചുകൂടി ഔട്ട്ഡോർ യൂസ് ചെയ്യാനായിട്ടാണെങ്കിലും ക്വാളിറ്റി വെച്ച് ബേസ് ചെയ്തിട്ട് ബെറ്റർ ഔട്ട് ഓഫ് കൺട്രി ആയതുകൊണ്ട് യൂറോപ്പിൽ തന്നെ ഞങ്ങൾ ഞാൻ വിചാരിച്ചു. ഇപ്പം നമ്മുടെ കൊച്ചിയിലെ സംബന്ധിച്ചല്ല, ഇപ്പം കേരളത്തിൽ പൊതുവെ ഭയങ്കര ചൂട് കാലാവസ്ഥയാണ്. അപ്പം അത് ഇതുമായിട്ട് എങ്ങനെയാണ് ഇപ്പോൾ സമ്മർ സമയത്ത് ചൂട് സമയത്ത് ഏറ്റവും ബെറ്റർ ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. എന്ന് വെച്ചാൽ ഫുൾ ടൈം വാട്ടർ വെള്ളത്തിൽ തന്നെ ഗെയിംസ് എന്നുള്ള രീതിയിൽ ഫണ്ണായിട്ടും ചൂട് എഫക്റ്റീവില്ല കളിക്കാൻ നേരത്തെ. ഓക്കെ, ഈ മഴ പെയ്താലേ ആ മഴവെള്ളം വരുമ്പോൾ പിന്നെ സ്ലിപ്പർ അല്ലെങ്കിൽ പിന്നെ മഴവെള്ളം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫോർമുല പോലെയാണ് ഇത്ര ലോഷന് ഇത്ര വാട്ടർ എന്നുള്ള രീതിയിലാണ് ഇതിനകത്തുള്ളത്. പിന്നെ അത് കൂടുതൽ വെള്ളമായിട്ടുണ്ടെങ്കിൽ ആ സ്ലിപ്പിങ്ങിന്റെ സെൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. അതിപ്പോ ഞങ്ങൾ മൊത്തം കവേർഡാക്കാൻ വേണ്ടിയാണ് മുകളിൽ ഫുള്ളായിട്ട്. റെയിൻ സീസൺ തന്നെയാണ്, ആ ഗെയിംസിനെ എഫക്ട് ചെയ്യരുതല്ലോ വന്ന്. ചേട്ടാ, അപ്പോൾ നമ്മൾ സാധാരണ ഫുട്ബോൾ കളിക്കുമ്പോഴത്തേക്കുള്ള ബോൾ തന്നെയാണോ അല്ലെങ്കിൽ ബോൾ എന്തെങ്കിലും വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ബോളും വ്യത്യാസമുണ്ട്. നോർമൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നല്ല ഹാർഡായിട്ടുള്ള ബോളാണ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ അടിക്കാൻ നേരത്ത് ചിലപ്പോൾ കാലുമോ കൊണ്ട് കാലൊരു സ്ലൈഡായി പോകുന്നതുകൊണ്ട് അതിന് വാട്ടർ സോഫ്റ്റ് ഇല്ലേ, വോളിബോളില്ലേ, അതിന്റെ സോഫ്റ്റ് വോളിബോളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ 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 ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് സ്ട്രോങ് ആയിട്ട് അടി കിട്ടിയാലും നമുക്ക് ബോഡിയിൽ എഫക്ട് ചെയ്യലും കാര്യങ്ങളൊന്നുമില്ല, സ്മൂത്താണ്. ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ? ബുക്കിംഗ് 2 രീതിയിലുണ്ട്. മെയിനായിട്ടുള്ള ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഓൺലൈനാണ്. slip-and-slide.in എന്ന് പറഞ്ഞ ഒഫീഷ്യലായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഏതൊക്കെ സ്ലോട്ട് ഫ്രീ ആയിട്ടുണ്ടെന്നുള്ളതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ഒരു ഒഫീഷ്യൽ നമ്പർ ഉണ്ട്, അതിനകത്ത് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ്ലൈനായിട്ട് ബുക്ക് ചെയ്യാം. നമുക്ക് ടൈം പീരീഡ്സ് എങ്ങനെയാണ് വരുന്നത്? രാവിലെ മുതൽ എത്ര മണി വരെയാണ് നമുക്ക് ക്ലോസിംഗ് ടൈം? മോർണിംഗ് 6 o'clock മുതൽ 9 o'clock വരെയാണ് മോർണിംഗ് സ്ലോട്ടുകൾ അവൈലബിൾ. പിന്നെ അതിനുശേഷം 3 മണി തൊട്ടാണ് 3 o'clock ടു നൈറ്റ് 10 o'clock വരെ. 10-11 ലാസ്റ്റ് സ്ലോട്ട് യൂസ് ചെയ്യുന്നത്. ചേട്ടാ, നമ്മുടെ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ?
രണ്ട് രീതിയിലാണ് ഇപ്പോൾ റേറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് മൺഡേ ടു ഫ്രൈഡേ വന്നിട്ടുണ്ടെങ്കിൽ 1750 വരുന്നുണ്ട്. പിന്നെ സൺഡേ സാറ്റർഡേ വരാൻ നേരത്ത് 2000 വരുന്നത്. അത് സൺഡേ സാറ്റർഡേ ഈവനിങ് സ്ലോട്ടുകൾക്ക് മാത്രമാണ് 2000 വരുന്നത്. ബാക്കി എല്ലാ സ്ലോട്ടുകൾക്കും 1750 വരുന്നത്. ഇപ്പോൾ വെക്കേഷൻ ഓഫറാണ്. അതുപോലെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഏജ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അതായത് ഒരു കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും വരുമ്പോൾ അത് നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. അതായത് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടതാണല്ലോ പിള്ളേർ കളിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു വൈബ് നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ സ്റ്റാഫ്സ് ആണെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഏട്ടന്മാരാണ്. അതുപോലെ തന്നെ അവർ നിങ്ങൾക്ക് സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണ് വീഴുമ്പോഴാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ടും വീഴാനുള്ള പോസിബിലിറ്റി നമുക്ക് കണ്ടതാണല്ലോ കൂടുതലാണ്. അപ്പോൾ വീഴുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ നെഗറ്റീവായിട്ട് സംഭവിക്കാത്ത രീതിയിൽ എങ്ങനെയാണ് അത് ഓവർകം ചെയ്ത് പോകേണ്ടതെന്നുള്ളത് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെ ഏത് ഗെയിം കളിക്കാൻ പോയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവർ ഇവിടെ നിന്ന് 2 മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽമെറ്റ് ആണ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാവുന്നതാണ് എല്ലാവരും ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അത് വീഴുമ്പോഴത്തേക്കും നമ്മൾ തലയിടിച്ച് വീഴുകയാണെങ്കിൽ നമ്മുടെ തലയ്ക്കൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഹെൽമെറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ വീഴുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ കുത്തിയാണ് വീഴുന്നത്. അപ്പോൾ അത് അവർ ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ ആദ്യത്തെ ഷോട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് വേണം നിങ്ങൾ കളിക്കാൻ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഴുമ്പോഴത്തേക്കും ഈ ഒരു സംഭവം സ്വെല്ലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു റിസ്റ്റ് ബാൻഡും ഇവർ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഇപ്പോൾ ഒരു ഓഫർ റണ്ണിങ് ആണ്. അതായത് നിങ്ങൾ വൈറ്റിലുള്ള ഡെക്കാത്തലോൺ സ്പോർട്സ് സെൻറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ എന്ത് സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കൊരു 100 റുപ്പീസിൻ്റെ സ്ലിപ്പ് ആൻഡ് സ്ലൈഡിൻ്റെ ഒരു കൂപ്പൺ നിങ്ങൾക്ക് കിട്ടും. ആ കൂപ്പണുമായിട്ട് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ലോട്ട് ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ കളിച്ചതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്യാൻ നേരത്തെ ഈ കൂപ്പൺ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 100 റുപ്പീസ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ആ ഒരു ഓഫർ ഇപ്പോഴും റണ്ണിങ് ആണ്. എന്താണ് പറയാനുള്ളത്? നല്ല സുഖമുണ്ടല്ലേ? എന്താണ് ഇങ്ങനെ കളിച്ചിട്ടൊരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? ഗ്രിപ്പ് കിട്ടുള്ള. അതുപോലെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോപ്പി ഫുട്ബോൾ ടർഫും അതേപോലെ തന്നെ കേരളത്തിലെ 2ാമത്തെ സോപ്പി ഫുട്ബോൾ ടർഫുമാണ് നമ്മുടെ ഈ സ്ലിപ്പ് ആൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാശ് അതുപോലെ നിങ്ങൾക്ക് പലർക്കുള്ള ഡൗട്ടാണ് ഇവിടെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു സോപ്പി ഫുട്ബോളിൻ്റെ ഈ ഒരു ഗെയിം കഴിഞ്ഞിട്ട് കുളിക്കാനായിട്ടൊക്കെയുള്ള സ്ഥലമുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ആ റൂംസും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതായത് ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള അവരുടെ റിസപ്ഷനും കാര്യങ്ങളും വരുന്നത്. പിന്നെ ഫസ്റ്റ് റൂമാണിത്. ഈ റൂമിലേക്ക് നിങ്ങൾ കയറുമ്പോഴത്തേക്കും തന്നെ ഏറ്റവും ആദ്യം കാണുന്നത് നിങ്ങൾക്കൊരു കബോർഡാണ്. ഈ ഒരു 2 കബോർഡ് ഉണ്ട് ഇവിടെ. നിങ്ങളുടെ സാധനങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഫോണാണെങ്കിലും അതുപോലുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിലും സേഫായിട്ട് നിങ്ങൾക്ക് ഇവിടെ വെക്കാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെയും ഒരു കബോർഡ് വരുന്നുണ്ട്. ഇതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സേഫായിട്ട് ഇവിടെ സാധനങ്ങളൊക്കെ വെക്കാം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്കൊരു സ്പോട്ട് കാണാം. അതായത് ഇതിൻ്റെ അകത്തുനിന്ന് എൻ്റർ ചെയ്യാം. അപ്പുറത്തുകൂടി നമുക്ക് വേറൊരു വഴിയും കൂടി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു റൂം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഷവർ ഏരിയയും കാണാം. 1, 2, 3 ഷവർ ഏരിയ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. 3 അല്ല 4 ഷവർ ഏരിയ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ അവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡിലൂടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു റെസ്റ്റ് റൂം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും 2 റെസ്റ്റ് റൂംസ് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക്. ഇത് വേണ്ട ഓരോ ഗെയിം കഴിയുമ്പോഴും ഓരോ 1 അവർ ഗെയിം കഴിയുമ്പോഴും അവർ ആ ഒഴിച്ചിരിക്കുന്ന ലോഷൻ അത് വൈപ്പ് ചെയ്ത് കളയും. ഇത് പുതിയതായിട്ട് വരുന്നവർക്ക് പുതിയതായിട്ടുള്ള ലോഷനും കാര്യങ്ങളൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടാണ് കേട്ടോ ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നത് ഇവർ. അപ്പോൾ ഇവർ ഈ യൂസ് ചെയ്യുന്ന ലോഷൻ എന്ന് പറയുന്നത് നമുക്ക് ബോഡിക്ക് ഒരു കാരണവശാലും നെഗറ്റീവ് ആവാത്ത ലോഷനാണ്. കാരണം ഇത് ഇവർ തന്നെ മേക്ക് ചെയ്തെടുക്കുന്ന ലോഷനാണ്. അതുകൊണ്ട് നമുക്ക് കണ്ണിരിച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ, ഈ ഒരു സോപ്പി ഫുട്ബോളിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ബുക്ക് ചെയ്യാനായിട്ടുള്ള അവരുടെ വെബ്സൈറ്റും അതേപോലെ തന്നെ ആ പറയുന്ന ചേട്ടൻ്റെ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ അവരെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഈ ഒരു ചൂട് കാലത്ത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് എൻ്റർടൈൻഡ് ആവാൻ പറ്റിയ ഒരു ഗെയിമായിട്ട് ഞാനിത് സജസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.